ഈ ജീവിതം എനിക്കെന്തിനു തന്നു ആണ്ടിവടിവോനേ. ഓ പളനിയപ്പാ, ഞാൻ എന്ത് ചെയ്യപ്പാ? രക്ഷപ്പെട്ടല്ലോ, ഞാൻ രക്ഷപ്പെട്ടില്ല. രാമൻ നായരോ, നീ ഒരുപാട് വെള്ളം കുടിക്കൂല്ലേ? അല്ല എന്തേ കുറെ നേരം അങ്ങനെ ഒഴിക്കരുത്. ഈ വയസ്സുകാലത്ത് എന്നെ തോടിക്കരുത്. എന്റെ പൊന്ന് രാമൻ നായരെ, ഞാൻ ഇതിൽ ആളല്ല. എന്നെ എന്തിനാ വെറുതെ? നിനക്ക് അങ്ങനെ ഒഴിയാൻ പറ്റില്ലല്ലോ. നീയും എന്റെ കൂടെ വാ. നിന്നെ കൊല്ലൊന്നുമില്ല. ഇതെന്താ പടിയാണോ? സൂക്ഷിച്ചിറങ്ങണേ. അയ്യോ, തലടിച്ചോ? ഇടിച്ചു. അയ്യോ, ഇവിടെ ഇടിച്ചോ? വീണ്ടും ഇടിച്ചു. ഇന്ന് മൊത്തം ഇടിയാണല്ലോ. ഇടി വാരവാ. ഇവിടെ ഇനി ഇടിയപ്പോ കാണൂ. ഗോവിന്ദനിരിക്കും. എന്താ കഴിക്കാൻ വേണ്ട ഗോവിന്ദ? എന്റെ ദൈവമേ, ഇയാൾക്ക് ഭ്രാന്ത് പിടിച്ചോ? ധൈര്യമായിട്ട് പറഞ്ഞോളൂ. എനിക്കൊന്നും വേണ്ട, എനിക്ക് ഓഫീസിൽ പോയ സമയമായി. അങ്ങനെ പോവാൻ പറ്റേ? ബിരിയാണി. ഗുരുവായൂരപ്പ, ഞാൻ കാരണമല്ലേ ഇതെല്ലാം? ആ പാപം എനിക്കല്ലേ? തന്നെ ആരും കുറ്റം പറയില്ല. മനുഷ്യനല്ലേ, അബദ്ധം പറ്റും. ഇപ്പൊ ഇവിടെ എന്താ ഉണ്ടായത്? ഇത്രയ്ക്ക് എന്റെ മകളും കണ്ണനായിട്ടുള്ള വിവാഹം ഉറപ്പിച്ചു. അവരൊരു അബദ്ധം പറ്റി, ഇത്രയല്ലേ ഉള്ളൂ. നിനക്ക് ഓർമ്മയില്ല ഗോവിന്ദ, ഈ കണ്ണന്റെ വിവാഹം ഉറപ്പിക്കാൻ നിശ്ചയിച്ചത് ഇതേ ഹോട്ടലിൽ, ഇതേ ടേബിളിൽ, ഇതേ ബിരിയാണി ഓർഡർ ചെയ്തോണ്ടാ. നിനക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല ഗോവിന്ദ. അത്രമാത്രം ആത്മബന്ധമാണ് നമ്മൾ തമ്മിൽ. ഈ കടുങ്കൈ ഞാൻ ചെയ്തല്ലോ. 10,000 രൂപ. ആ 10,000 രൂപ തിരിച്ചു തരാൻ ആരാ പറഞ്ഞത്? എന്റെ മോളെ കെട്ടിച്ച സ്ത്രീധനായിട്ട് തന്നതല്ലേ. ഒക്കെ കലങ്ങി തെളിഞ്ഞു എന്ന് വിചാരിച്ചാ മതി ഗോവിന്ദ. ഇനി കാര്യങ്ങൾ പറയാലോ. ആ പെണ്ണ് ബന്ധം ഒഴിയാൻ കേസ് കൊടുക്കാത്രേ. രാമൻ നായർ ഇതെങ്ങനെ അറിഞ്ഞു? വക്കീലിന്റെ അടുത്ത് നിന്നാണ് രാമൻ നായർ വരുന്നത്. കണ്ണനിത് അറിഞ്ഞോ? അറിഞ്ഞാൽ എന്തൊലക്കാടോ. ഒരു ബന്ധം മുറിഞ്ഞ മറ്റൊരു ബന്ധം ഏറ്റുകൂട്ടണം. കഴിഞ്ഞതൊക്കെ മറക്ക. എന്നിട്ട് നമ്മൾ നിശ്ചയിച്ച പോലെ കണ്ണനെ കൊണ്ട് എന്റെ മോളെ കെട്ടിക്ക. അത് നടക്കുവോ? നടക്കണം. പിന്നെ താൻ ഏത് മൂട്ടിലെ മധ്യസ്ഥനാടോ? എണ്ണി വാങ്ങിയില്ലേ 10,000 രൂപ? ശരിയാ, കണ്ണനും ഇതാണ് നല്ലതെന്ന് തോന്നുന്നു. പിന്നെ ഒരു കാര്യം, അമ്പലത്തിൽ വെച്ചുള്ള കളി ഇനി വേണ്ട, എന്റെ വീട്ടിൽ വെച്ച് മതി. അതും എന്റെ മോൻ വരുന്നതിന് മുമ്പ് നടക്കണം. മോൻ അറിയാലോ. പിന്നെ ഏറ്റ് രാമൻ നായരെ. അല്ല പിന്നെ എന്താ വിളിച്ചു നോക്കണേ? ഒന്നുമില്ല. കഴിക്കൂ. മുട്ട കിട്ടി, ബാക്കിയെല്ലാം പോയി. എന്ത് ധൈര്യത്തിലാ ഗോവിന്ദേട്ടൻ ഏറ്റത്? രാധിക എന്ന തങ്ക വിഗ്രഹത്തോൻ മനസ്സിൽ പ്രതിഷ്ഠിച്ചിരിക്കുകയല്ലേ? അത് അത്ര പെട്ടെന്ന് ഇളക്കി മാറ്റാൻ പറ്റൂ? പ്രതിഷ്ഠ താനെ ഇളകിപ്പോയതല്ലേ. രാമൻ നായർ വലിയ പ്രതീക്ഷയില്ല. അയാളുടെ കാര്യം ആലോചിക്കുമ്പോ കഷ്ടം തോന്നുന്നു. അപ്പൊ കണ്ണനെ പറഞ്ഞു മനസ്സിലാക്കുന്ന കാര്യം ആലോചിക്കുമ്പോഴോ? നീ കുറെ നേരമായല്ലോ വെള്ളത്തിൽ തപസരിക്കാൻ തുടങ്ങിയിട്ട്. കരയിലോട്ട് കയറ്റ്. ആ ലുങ്കി ഉണങ്ങാതെ ഒരു രക്ഷയില്ല ഗോവിന്ദേട്ടാ. ലുങ്കി അലക്കണ ദിവസം ഷർട്ട് അലക്കാൻ പറ്റില്ല. രണ്ടും കൂടി അലക്കാൻ മുതലാവേ ഇല്ല. ഒരു കഷ്ണം 501 സോപ്പ് കൊണ്ടാണ് ഞാൻ ഒരു മാസം കഴിച്ചു കൂട്ടുന്നത്. എന്നാണ് അതിന്റെ ദാരിദ്ര്യം തീരുക? ശരിയാ, ഞാനൊരു ദരിദ്രവാസിയല്ലേ ഗോവിന്ദേട്ടാ. ഈ വെള്ളത്തിന് ഈ പച്ചനിറം ഇല്ലെങ്കിൽ ഇതിന്റെ ആഴം അറിയും. അതുപോലെ ഈ കളിയും ചിരിയും തമാശ ഒന്നും ഇല്ലെങ്കിൽ എന്റെ ഹരീഷ്